ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ട്രിപ്പ് പോകാം കേട്ടോ. സാധാരണ ട്രിപ്പിന്റെ പ്ലാനിങ് മാത്രം നടക്കാറുള്ളെങ്കിലും ഇതിപ്പോൾ തലേ ദിവസം രാത്രി പെട്ടെന്ന് തന്നെ ഒരു ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. ഏതായാലും ഞങ്ങൾ ട്രിപ്പ് ഇപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ ഗൂഡല്ലൂർ വഴി ദേവാലട്ടി എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ കാണാൻ പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിലമ്പൂർ വഴി പോകുന്നത് കൊണ്ട് നിലമ്പൂരിലെ വാട്ടർഫാൾസ് ഒക്കെ കണ്ടുപോയാൽ ചാട്ടിമ്പാറ വാട്ടർഫാൾസ് ഒക്കെ ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിലമ്പൂരിലെ ഈ മനോഹരമായ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു സ്പോട്ടിലെത്തിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ഇറങ്ങിട്ടോ. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും പോവാം. നിലമ്പൂരിൻ്റെ ഈ കാടിനുള്ളിലൂടെ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലൂടെ ഇപ്പോഴും പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. വേറൊരു വൈബ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നിലമ്പൂർ കാടിന്റെ ഉള്ളിലൂടെയുള്ള ഈ ഒരു യാത്ര പ്രത്യേകിച്ച് രാവിലെ തന്നെ ആവുമ്പോൾ വേറെ ഫീൽ തന്നെ കേട്ടോ. അതിന്റെ കൂടെ മയം കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആവും. അങ്ങനെ ആട്ടിമ്പാറ വാട്ടർഫാൾസിലേക്കുള്ള ആ റോട്ടിലേക്ക് ഞങ്ങൾ കയറി. ഇനി ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം കേട്ടോ. രാവിലെ 9 മണി ആയിട്ടുള്ളൂ. എപ്പോഴാണ് എൻട്രി കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും നമുക്കും പോയി നോക്കാം. അങ്ങനെ മക്കളെ, പോകുന്ന വഴിയിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ മല കണ്ടില്ലേ, ഫുള്ള് കോടമഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോയി നോക്കാം. റോഡൊന്നും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് ഇവിടേക്കുള്ളത്. ഇപ്പം നമ്മളുള്ള ആട്ടിമ്പാറ കേട്ടോ. ആട്ടിമ്പാറ ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ സ്ഥലത്താണ്. അപ്പോൾ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സൗകര്യമുണ്ട്. ₹30 കേട്ടോ പാർക്കിങ്ങിന് പറഞ്ഞ ചാർജ്. ഇവിടെ ഹോട്ടലൊന്നും തുറക്കാനായി കേട്ടോ. ഹോട്ടൽ തുറക്കാൻ കുറച്ചും കൂടി ടൈം എടുക്കുന്ന പറഞ്ഞ്. അതായത് നമുക്ക് താഴെ ഒന്ന് പോയോക്കാം. താഴെ ടിക്കറ്റ് കൗണ്ടർ അല്ലേ? അപ്പൊ പാർക്കിങ്ങിന്റെ ഇവിടെ നിന്ന് കുറച്ച് താഴത്തോട്ട് നടന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ എത്താൻ. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കാൻ പോവാണ്. പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിലായിട്ട് ഒരു ബോർഡൊക്കെ കാണാം. വിനോദസഞ്ചാരികളുടെ ശ്രദ്ധക്ക് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് ഇവിടെ ആട്ടിമ്പാറ വെള്ളച്ചാട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് മുൻകരുതലുകളൊക്കെയാണ്. ഇവിടെ മരണപ്പെട്ടവരുടെ കണക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ്ട്. ടിക്കറ്റ് എത്ര? ഒരാൾക്ക് 20. വെള്ളം നമുക്ക് അലർജി ആണല്ലോ. ഒരാൾക്ക് 20 ഉണ്ടോ ടിക്കറ്റ്? ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് താഴെ പോയേക്കാം. മഴക്കാലം കണ്ട് ഇറങ്ങാൻ പറ്റാത്ത നമ്മൾ ടീംസ് ബാക്ക് വരുന്നുണ്ട്. നമ്മൾ ട്രിപ്പ് മാനേജർ സലീം. ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നമ്മൾ പോകട്ടോ.
ഇപ്പൊ ഈ മഴക്കാലം കൊണ്ട് ഇറങ്ങാൻ പറ്റൂല എന്നാട്ടാ പറയണേ. വെള്ളമുള്ള സമയത്ത് ഇവിടെ ഇറക്കൂലെന്നാ പറയണേ. നല്ല അടിപൊളി സ്ഥലമായിട്ട് ഏതായാലും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. മേലെ നല്ല കോടുണ്ട് കേട്ടോ. അവിടെ നോക്കി മേലൊക്കെ നോക്കിയാണെങ്കിൽ കോട മൂടിയുണ്ട്. ഇപ്പത്തെ കാലാവസ്ഥ നല്ലൊരു അതിന് പറ്റിയ കാലാവസ്ഥയാണ്. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന കോലത്തിലുള്ള സ്ഥലങ്ങൾ. നല്ല അടിപൊളി നടപ്പാതകളൊക്കെ ഉണ്ടോ. കാണാൻ നല്ല രസമുള്ള വഴികളാണ് ഒക്കെ. ആ മേലെ പാറൻ്റെ മുകളിലായിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് മേലെ നിന്ന് നോക്കിയാൽ ഈ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന പോലത്തിലുള്ള. ഏതായാലും നമുക്ക് ഇതിൻ്റെ മേൽക്കൊന്ന് കയറി നോക്കാം. കയറാൻ കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു വയ്യാണ് കേട്ടോ. ഈ പാറൻ്റെ മേലെ കൂടെ വലിഞ്ഞ് കയറി വേണം മേലെത്താൻ. ഇതിന് മേലിന് കിട്ടുന്ന ഒരു വ്യൂ. മല കണ്ടില്ല, കോട മൂടി ഇങ്ങനെ കിടക്കണ. കുളിക്കാൻ ഇറങ്ങാൻ പറ്റില്ല. വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുനിന്നുള്ള വ്യൂ. നേരത്തെ നീന ആ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ പോകാൻ വിചാരിക്കുന്നത് ഗൂഡല്ലൂർ വഴി ദേവലട്ടി എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇനി വരാൻ പോകുന്ന വീഡിയോസും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.